ാണ് നമ്മുടെ റഹീസ് റഷീദാണ് അവിടെ നിൽക്കുന്നത്. റഹീസ് റഷീദ്, നമുക്ക് ഇപ്പോൾ ഒപ്പന മത്സരത്തിന്റെ ആ ഒരു തത്സമയ കാഴ്ചകൾ നമ്മൾ എത്തിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം ഒപ്പന കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതിൽ ഏതാ മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായോ റഹീസ്? സുജയ, ഞാൻ വേറൊരു കാര്യമാണ് ആലോചിക്കുന്നത്. സുജയ ഇവിടെ നിന്ന് കുറച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിശാഗന്ധിയിലേക്ക് പോയിട്ട് കാറ്റും തണലത്തും നിൽക്കുകയാണ്. നമ്മളെ ഈ പൊരു വയലത്ത് പിടിച്ച് നിർത്തിയിട്ട് അതത്ര ശരിയല്ല കേട്ടോ. റഹീസ, നമ്മൾ ഒരുപാട് വെയിൽ കൊണ്ടതല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തണലും വേണ്ടേ? തണലും വെയിലും എല്ലാം ചേരുമ്പോഴല്ലേ ഒരു ജീവിതം പൂർത്തിയാവുള്ളൂ. ഞാൻ ഈ തണലത്ത് വന്നിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. റഹീസ് ഒപ്പന വിശേഷം പറഞ്ഞു കഴിയുമ്പോൾ ഞാനത് കാട്ടിത്തരാം. ഇപ്പം നമ്മളിപ്പോൾ വേദിക്കകത്തെ ഒപ്പന മത്സരമല്ല കണ്ടത്. ഈ പ്രധാന വേദിയിലേക്ക് വരുമ്പോൾ ഒരു ഗുണമുണ്ട്. ഇപ്പം സുജയ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എന്ത് മത്സരമാണോ ഉള്ളത് ആ മത്സരം മാത്രമായിരിക്കും കാണാൻ പറ്റുക. പക്ഷേ ഈ വേദിയിലേക്ക് വന്നാൽ ഇത് പ്രധാന വേദി ആയതുകൊണ്ട് ഇഷ്ടം പോലെ മത്സരങ്ങൾ, ഓരോ കളി കഴിഞ്ഞ ആളുകൾ ഇവിടെ വരും. പക്ഷേ ഇപ്പോൾ വേദിക്ക് പുറത്തേക്ക് ഇത് നമ്മൾ കാണുന്ന സെക്രട്ടേറിയറ്റാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് വശത്തിൻ്റെ പിന്നിൽ റിലാക്സ് ചെയ്യാൻ ഓരോ ടീമുകളും വരും. ഇവിടെയും തോന്നുന്നു ഒപ്പന കുട്ടികൾ തന്നെയാണുള്ളത്. ഇവരെവിടുത്തെ ഏത് സ്കൂളിലെ കുട്ടികളാണ്? നിങ്ങൾ ഏത് സ്കൂളിലെ കുട്ടികളാണ്? കോഴിക്കോട് പ്രൊവിഡൻസ്. നിങ്ങൾ മിക്കപ്പോഴും എ ഗ്രേഡ് അടിച്ചുകൊണ്ട് പോകുന്ന ടീമുകളല്ലേ? ഇത്തവണത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നത്? നല്ല ടൈച്ചായിരുന്നു. ഞങ്ങൾ മാക്സിമം നമുക്ക് ഇട്ട് ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ടൊന്നും നിങ്ങളിപ്പോൾ ഏതെങ്കിലും കല്യാണത്തിന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മണവാട്ടി ആരെങ്കിലും ഇല്ല. ഇതൊക്കെ മാറ്റണോ? കുറച്ച് യൂണീക്കായിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലാവരും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. നമ്മൾ റിയൽ ലൈഫിൽ ഇതിന് ആവശ്യമില്ല, പക്ഷേ ഇതൊരു ആർട്ടല്ലേ, അപ്പം അതിനാവശ്യമാണത്. ആവശ്യമാണ്. ആവശ്യമാണല്ലോ. നിങ്ങൾ അത് ഏത് പാട്ടാ ഇട്ട് കളിച്ചാൽ? നമ്മൾ പാട്ട് പാടിയാ? ജസ്റ്റ് ഒരു രണ്ട് അതിൽ ഏറ്റവും അടിപൊളി സ്റ്റെപ്പ്, ഒരു പട്ടപട കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് പാടിക്കൊടുക്കുക. അവർ കളിക്കാൻ പെട്ടെന്ന് തീർക്കണം, എങ്കിൽ അടിപൊളിയായിരിക്കണം. ആദിഘോഷി കണ്ടാരോ സർവം അതിശയം മിണ്ടാരോ മതിലെങ്കും വിധമാനേ ചന്തം വിഗന്ധരഹിതമാനേ ഇതമോടു വരവാനേ ആലം അടങ്കലും പൊലിവാനേ പൊലിവോടു കതിജാനാ ചുറ്റും പരിശുടെ കുളതാരാ കരം നല്ല സഭകുശലായി പാരം കരുണികൾ സംഗൃതമാ തുകിഞ്ഞൊറിഞ്ഞൊടുത്ത നിരനിരയാ. സുജയ, ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കൊല്ലത്തെ ദിലീപ് ദേവസ്യയുടെ പെങ്ങളുടെ മോളും കൂടെ ഉണ്ട്. അത് പറഞ്ഞില്ലല്ലോ. പേരെന്താ? എന്താ ആദ്യം പറയായിരുന്നേ? കൊള്ളാലോ. ദിലീപ് ദേവസ്യ നമ്മുടെ കൂടെ ഇവിടെ കോർഡിനേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എനിക്കറിയില്ല ദിലീപ്. അതാണ്. പക്ഷെ ദിലീപ് നമ്മളോടും പറഞ്ഞില്ല കേട്ടോ, ഇങ്ങനെ പ്രൊവിഡൻസിൽ പെങ്ങളെ. ഞാൻ ദിലീപിനെ വിളിക്കാം. ഇവരുടെ കൂടെ വന്നതാണ്. ഇവരുടെ സ്കൂളിലെ ടീച്ചറാണ്. ദിലീപിന്റെ പെങ്ങളുടെ മോള് ഒപ്പന കളിച്ചത് അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു. ഇപ്പൊ നമ്മൾ ആ ടീം കളിച്ചിട്ടിരിക്കുവാ. ഞാൻ മാക്സിമം അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിരുന്നായിരുന്നു. ദിലീപ് അറിഞ്ഞു, പക്ഷേ മലപ്പുറം നമ്മളോട് പറയാൻ കളിക്കുന്നതിന്റെ ടെൻഷനിലായിരുന്നു. അതാണോ സേറയാണ് വിളിച്ചത്? ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, അവിടെ ദിലീപ് എന്റെ കൂടെ ഉണ്ട്. ദിലീപ് സേഫ് ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കാം. നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. റഹീസിന്റെ കൂടെ നിന്നോളൂ. ദിലീപിനെ നമ്മൾ ഉടനെ അവിടെ എത്തിക്കും. അപ്പൊ താങ്ക് യു റഹീസ്. ഞാൻ ഇവിടെ